ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ല നമ്മളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമുക്കുണ്ടാക്കുന്നത് നമ്മൾ വലിയവർക്ക് ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര എരിവൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലല്ലോ അല്ലേ? അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നല്ല ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഒരു ചെറിയ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. കുഞ്ഞു പീസസ് ആയിട്ട് എടുത്തേക്കുന്ന ചിക്കൻ്റെ പീസുകളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം ചെറിയുള്ളി, കറിവേപ്പില, ലേശം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അതിലേക്ക് ഇടാം. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ പകുതി 1/2 ടീസ്പൂൺ മതി കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി ഇട്ടതുകൊണ്ട് തന്നെ ചിക്കൻ ലേശം മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളി ഇല്ലാത്തൊരു സവാള ഇട്ടാലും മതി. അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു 1/2 അവർ വെക്കുകയാണ് കേട്ടോ. അതൊക്കെ മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് ജസ്റ്റ് പിടിക്കാൻ വേണ്ടി നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നിട്ട് നമുക്കൊരു വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ലേശമൊക്കെ എരിവ് കൊടുത്ത് പഠിപ്പിക്കുക കേട്ടോ. കാരണം അവർ വലുതാകുമ്പോൾ എരിവ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മൂത്ത മകൻ അങ്ങനെ തന്നെയാണ്. എരിവൊക്കെ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. ഒട്ടും എരിവ് കഴിക്കില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോൾക്ക് ലേശം എരിവുകളൊക്കെ ഇപ്പോഴേ കൂട്ടി ഞാൻ ശീലിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തതിന് ശേഷം ലേശം ഒരു ബ്ലാക്ക് കളർ പോലെ ആകുമ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വറുത്ത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. 2 എൻ്റെ മോനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വരാം. ഒന്ന് അവനെ കൊണ്ട് കൊടുക്കാം. അമ്പാടി കിടക്കുന്ന ഇതൊന്ന് കഴിച്ചേക്കാം. അമ്മ മോന് വേണ്ടി ഉണ്ടാക്കിയിട്ടല്ലേ. എഴുന്നേറ്റിരുന്നിട്ട് കഴിക്കും. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതൊന്നും കഴിച്ചു നോക്ക്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. മോന് ചോറ് വേണമെന്നാണ് പറയണത്. അപ്പോൾ ബൈ.